50 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ആ ചുവപ്പ് നിറം പൂർണ്ണമായും മാഞ്ഞു പോയിരിക്കുകയാണ്. രാജ്യത്ത് ഇനി ഒരൊറ്റ സംസ്ഥാനത്ത് പോലും ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി ഇല്ല. ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ ആഘോഷിക്കുകയാണ്. സഖാക്കൾക്ക് അന്ത്യോപചാരം അർപ്പിച്ചുകൊണ്ട് അവർ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ചരമക്കുറിപ്പ് എഴുതി തുടങ്ങി. ഇന്ത്യയിലെ വിപ്ലവം അങ്ങനെ ഔദ്യോഗികമായി അവസാനിച്ചിരിക്കുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു ചരിത്രമാറ്റമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവസാനമായി പിടിച്ചു നിൽക്കാനുണ്ടായിരുന്ന പിടിവള്ളിയായിരുന്നു കേരളം. ആ കേരളവും ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചിരുന്ന 2016 മുതൽ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ ഇത്തവണ അതിദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത്. ഒരു ഡസനോളം മന്ത്രിമാർ തന്നെ തോറ്റമ്പി എന്ന് പറയുമ്പോൾ ആ പരാജയത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കാം. 6 റൗണ്ടുകളിൽ സാക്ഷാൽ പിണറായി വിജയൻ തന്നെ സ്വന്തം തട്ടകത്തിൽ കിടക്കുന്ന ജനാധിപത്യ സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UDF 10 വർഷത്തിന് ശേഷം സംസ്ഥാനത്ത് വീണ്ടും അധികാരത്തിലെത്തി. 2018 മുതൽ ഇന്ത്യയിലെ ഏക ഇടതുപക്ഷ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പടിയിറങ്ങുന്നതോടെ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് ഔദ്യോഗികമായി തിരശ്ശീല വീഴുകയാണ്. സത്യത്തിൽ ഈ തകർച്ച ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 2018 ത്രിപുരയിൽ CPIM നേതാവ് മണിക് സർക്കാരിന്റെ സർക്കാർ താഴെ വീണപ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ ഇളകിയിരുന്നു. 1977 മുതൽ 83 വരെ നിർബൻ ചക്രവർത്തി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ത്രിപുരയിൽ ഇടത് സർക്കാർ അധികാരത്തിലിരുന്നതും അത് എല്ലാ പ്രൗഢിയോടെയും ഇരുന്നത്. ഇടയ്ക്ക് കുറച്ചു കാലം കോൺഗ്രസ് ഭരിച്ചെങ്കിലും 93-ൽ ദശരഥ് ദേബിലൂടെ അവർ വീണ്ടും അധികാരം പിടിച്ചു. പിന്നീട് 98 മുതൽ മണിക് സർക്കാരായിരുന്നു അവിടെ മുഖ്യമന്ത്രി. എന്നാൽ 2018-ൽ ബിപ്ലവ് കുമാർ ദേബിന്റെ നേതൃത്വത്തിൽ BJP അധികാരത്തിലെത്തിയതോടെ ത്രിപുരയിലെ ചോപ്പൻ കോട്ട എന്നേക്കുമായി തകർന്നടിയുകയായിരുന്നു. ഇനി സഖാക്കളുടെ സ്വന്തം ഉരുക്കുകോട്ടയായിരുന്ന പശ്ചിമ ബംഗാളിലേക്ക് വരാം. 1977 മുതൽ 2011 വരെ ബംഗാൾ അടക്കി ഭരിച്ചവരാണ് CPIM. 77 മുതൽ 96 വരെ ജ്യോതി ബസു ആയിരുന്നു അവിടെ മുഖ്യമന്ത്രി. പിന്നീട് ബുദ്ധദേവ് ഭട്ടാചാര്യയും. എന്നാൽ 2011-ൽ ബുദ്ധദേവ് ഭട്ടാചാര്യയെ താഴെയിറക്കി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ ചരിത്ര വിജയം നേടി. അതിനുശേഷം ഇന്ന് വരെ ബംഗാളിൽ ഇടതുപക്ഷത്തിനെ ജനം നിലംതൊടിയിച്ചിട്ടില്ല. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പോൾ അതേ അവസ്ഥയിലാണ് നമ്മുടെ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ളതാണ്, മമതാ ബാനർജിയുടെ പാർട്ടി. എന്തായാലും അതങ്ങനെ പോട്ടെ. അതിദയനീയമായി അവരും തകർന്നിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി പശ്ചിമ ബംഗാളിൽ ഒരു BJP മുഖ്യമന്ത്രി ഇപ്പോൾ അധികാരത്തിലേറാൻ പോവുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു വാർത്ത. ചുരുക്കത്തിൽ പറഞ്ഞാൽ ബംഗാളും പോയി, ത്രിപുരയും പോയി, ഒടുവിൽ പിടിച്ചു നിൽക്കാനുണ്ടായിരുന്ന കേരളവും പോയി. കൊണ്ടു നടന്നതും നീയേ മാപ്ര, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ മാപ്ര എന്ന് വിലപിക്കാൻ മാത്രമേ സഖാക്കൾക്ക് ഇപ്പോൾ കഴിയൂ. ഇന്ത്യയിൽ ഒരു കാലത്ത് കൊടുങ്കാറ്റായിരുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇപ്പോൾ വെറും ചരിത്ര പുസ്തകങ്ങളിലെ ഓർമ്മക്കുറിപ്പുകൾ മാത്രമായി ഒതുങ്ങുകയാണ്. ഒരു കാലത്ത് ചെങ്കോട്ടകൾ എല്ലാം ഒന്നുകിൽ കാവിയായി, അല്ലെങ്കിൽ ത്രിവർണമായി, അല്ലെങ്കിൽ ഒരു നിറവുമില്ലാതെയായി. വിപ്ലവം ജയിക്കാനുള്ളതാണല്ലോ. പക്ഷെ ഇത്തവണ വോട്ടർമാർ അത് മറ്റുള്ളവർക്ക് നൽകിയെന്ന് മാത്രം. എന്തായാലും ബംഗാളിലൊക്കെ ഉള്ളതുപോലെ ഒരു ചെങ്കൊടി കാണണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകേണ്ട അവസ്ഥ കേരളത്തിൽ വന്നില്ലല്ലോ എന്ന് മാത്രം സഖാക്കൾക്ക് ആശ്വസിക്കാൻ.